നമുക്കറിയാവുന്ന ഒരു കോൺസെപ്റ്റ്, അറിയാവുന്ന ഒരു കണ്ടൻറ്റ് നമ്മൾ കുറച്ച് സ്പീഡ് ചെയ്തുകൊണ്ട്, നമ്മളൊന്ന് ചിന്തിക്കാതെ ചെയ്തുകൊണ്ട് വരുന്ന തെറ്റാണ്. നമുക്ക് അത് ഒരു അഡീഷണൽ കണ്ടൻറ്റും ഇല്ലാതെ തന്നെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചെയ്തിരുന്നെങ്കിൽ നമുക്കത് ശരിയാകുമായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ പുതിയ ടൂൾസ്, ChatGPT പോലത്തെ പുതിയ ടൂൾസ് വെച്ചിട്ട് എത്ര കോംപ്ലക്സ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണെങ്കിലും അതൊന്ന് ഡീകൺസ്ട്രക്ട് ചെയ്തിട്ട് സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നു അങ്ങനത്തെ ടൂൾസ്. അപ്പോൾ അതും യൂട്ടിലൈസ് ചെയ്യും. വൈൽഡ് ഗസ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു കണ്ടന്റ് ബാക്കിംഗ് ഒന്നും ഇല്ലാതെ ഒരു ചോദ്യം കാണുമ്പോൾ നമ്മുടെ മനസ്സിങ്ങനെ പറയാണ് ഇതാണ് ശരി ഉത്തരം, ഇതാണ് ശരി ഉത്തരം. ഓക്കെ, അപ്പോൾ നമുക്കത് ചെയ്യാതെ പോകാനും പറ്റുന്നില്ല, അപ്പോൾ നമ്മളത് ചെയ്യുന്നു. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രീലിമിനറി എക്സാമുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ സ്വന്തം പെർഫോമൻസ്, മോക്ക് ടെസ്റ്റുകളിലെ സ്വന്തം പെർഫോമൻസ് അനലൈസ് ചെയ്യേണ്ടതെന്നാണ്. എങ്ങനെ അനലൈസ് ചെയ്യാം, അതിനനുസരിച്ച് എങ്ങനെ മാറ്റങ്ങൾ വരുത്താമെന്നുള്ളത്. അപ്പോൾ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് നമ്മൾ മിസ്റ്റേക്സ് അനലൈസ് ചെയ്യലാണ്. നമ്മളിപ്പോൾ ഒരു മിസ്റ്റേക്സ് വരുത്തി അപ്പോൾ അതിൻ്റെ ആൻസർ കീ നോക്കി അതിൻ്റെ കണ്ടൻറ്റ് മാത്രം പഠിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്നതല്ലല്ലോ. അപ്പം ആ മിസ്റ്റേക്സ് അനലൈസ് ചെയ്യുന്നതിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. അപ്പം അത് റെക്ടിഫൈ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ പ്രോപ്പറായിട്ട് മാർക്ക് ചെയ്യും. നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗസ്സസ് എങ്ങനെയായിരുന്നു ചെയ്തത്, എത്രമാത്രം ഉറപ്പോടെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്തത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. 50-50 ആണോ, 100% ആണോ എന്നുള്ളത് ആ ഒരു മാർക്കിംഗ് എക്സസൈസ് പ്രോപ്പറായിട്ട് ചെയ്യണം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്സ് പ്രോപ്പറായിട്ട് ക്ലാസിഫൈ ചെയ്യുക. അതായത് ഓരോ ടൈപ്പ് മിസ്റ്റേക്സിനും ഓരോ റെക്ടിഫിക്കേഷനാണ് വേണ്ടത്, അല്ലെങ്കിൽ ഓരോ ടൈപ്പ് മിസ്റ്റേക്സിനും ഓരോ ഡിഫറെൻറ്റ് റീസൺസ് ആണ്. അപ്പോൾ അത് ആ ഒരു ക്ലാസിഫിക്കേഷൻ പ്രോപ്പറായിട്ട് ചെയ്യണം. അപ്പം ഡയസ് സാറിനോട് ചോദിക്കുവാണെങ്കിൽ എന്തൊക്കെ ടൈപ്പ് മിസ്റ്റേക്സ് ആണ് നമ്മൾ യൂഷ്വലി പ്രിലിംസിൽ വരുന്നത്? ഓക്കെ, പലതരം മിസ്റ്റേക്സ് ഉണ്ട്. ഇപ്പം ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കെയർലെസ് ആയിട്ടുള്ള മിസ്റ്റേക്സ്, അവോയ്ഡബിൾ ആയിട്ടുള്ള മിസ്റ്റേക്സ്. രണ്ട്, നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ടൻറ്റ് അല്ലെങ്കിൽ കോൺസെപ്റ്റ് ക്ലാരിറ്റിയിലുള്ള എന്തെങ്കിലും പ്രശ്നം കൊണ്ടുള്ള മിസ്റ്റേക്സ്. പിന്നെ നോക്കുകയാണെങ്കിൽ 50-50, അതായത് ഒരു ചോദ്യം നമ്മൾ 2 ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തു, ബാക്കിയുള്ള 2 ഓപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മിസ്റ്റേക്സ്. പിന്നെ നമ്മൾ വൈൽഡ് ഗസ്സുകളൊക്കെ നടത്തുമ്പം അതിലുണ്ടാകുന്ന മിസ്റ്റേക്സ്. ഇപ്പം ഇതിൽ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈപ്പാണ് കെയർലെസ് മിസ്റ്റേക്സ് അല്ലെങ്കിൽ അവോയ്ഡബിൾ മിസ്റ്റേക്സ്. ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് 3 തരം മിസ്റ്റേക്സ് കാണാൻ പറ്റും. ഒന്നെന്ന് പറഞ്ഞാൽ ഏറ്റവും കെയർലെസ് ആയിട്ടുള്ള മിസ്റ്റേക്ക്, അതായത് നമ്മളൊരു ചോദ്യത്തിൽ ഇൻകറക്റ്റ് കറക്റ്റൊക്കെ മാറിപ്പോവുക, അല്ലെങ്കിൽ ഇപ്പം ഡിക്രീസിങ് ഓർഡർ ഇൻക്രീസിങ് ഓർഡർ അത് മാറിപ്പോവുക, നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് അങ്ങനത്തെ ബേസിക് സാധനങ്ങൾ മാറിപ്പോവുക, അല്ലെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ചോദ്യപേപ്പറിൽ നമ്മൾ കറക്റ്റായിട്ട് ഓപ്ഷൻ ഉത്തരം ഐഡൻറ്റിഫൈ ചെയ്തു, അത് കഴിഞ്ഞ് OMRലേക്ക് എഴുതിയപ്പോഴത്തേനും അത് മാറിപ്പോവുക. അപ്പം ഇത് 100% നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ഒരു ഏരിയയാണ്. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന ഒരു കോൺസെപ്റ്റ്, അറിയാവുന്ന ഒരു കണ്ടൻറ്റ് നമ്മൾ കുറച്ച് സ്പീഡ് ചെയ്തുകൊണ്ട്, നമ്മളൊന്ന് ചിന്തിക്കാതെ ചെയ്തുകൊണ്ട് വരുന്ന തെറ്റാണ്. നമുക്ക് അത് ഒരു അഡീഷണൽ കണ്ടൻറ്റും ഇല്ലാതെ തന്നെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചെയ്തിരുന്നെങ്കിൽ നമുക്കത് ശരിയാകുമായിരുന്നു. അത് അവോയ്ഡ് ചെയ്യേണ്ടതാണ്. മൂന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ തിങ്കിങ് കൊണ്ടുള്ള തെറ്റുകളാണ്. അതായത് നമ്മൾ ആദ്യം ചിന്തിച്ച് കറക്റ്റ് ആൻസറിലെത്തി, പിന്നെ നമ്മൾ വീണ്ടും ചിന്തിക്കുകയാണ് UPSC ഇങ്ങനെ ചിന്തിക്കുമോ, അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഓവർ ചിന്തിക്കുകയാണ്. അത് ബേസിക്കലി നമ്മൾ ഓവർ സസ്പീഷ്യസ് ആവുകയാണ്. ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ഒക്കെ പോലെ നമ്മളതിനെ വീണ്ടും സസ്പീഷ്യസ് ആയിട്ട് നമ്മളതിനെ തെറ്റാക്കാനോ ശരിയാക്കാനോ ഒക്കെ ഓവറായി ചിന്തിച്ചു പോവാണ്. അപ്പം അങ്ങനത്തെ ടെൻഡൻസി സ്റ്റുഡൻസിൻ്റെ ഇടയിൽ ഉള്ളതായിട്ട് അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ട്. നമ്മൾ പലപ്പോഴും UPSC ഇങ്ങനെ ഇത്ര സിമ്പിളായിട്ട് തരുമോ, ഇത് UPSCൻ്റെ അത് എന്തെങ്കിലും ട്രിക്ക് വെച്ചിട്ടുണ്ടാവുമോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ വീണ്ടും ചിന്തിക്കും ചിലപ്പോൾ. അതുപോലെ തന്നെ ഈ സ്റ്റേറ്റ്മെന്റ്സ് കാണുമ്പോൾ അതെങ്ങനെയൊക്കെ തെറ്റാം എന്നുള്ളൊരു മൈൻഡ് സെറ്റോടെ അപ്രോച്ച് ചെയ്യുന്ന അതെ, നമ്മൾ പലപ്പോഴും അതിനെ തെറ്റിക്കാനുള്ള ശ്രമം ഉണ്ടാവും. അത് ശരിയാണ്. അപ്പോൾ ഇവിടെയാണ് എനിക്ക് തോന്നുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ PYQ അനാലിസിസിൽ നമുക്ക് കറക്റ്റായിട്ട് ആ UPSCയുടെ ഒരു സ്വീറ്റ് സ്പോട്ട്, ലാംഗ്വേജും അതുപോലെ ഈ തിങ്കിങ് എത്രത്തോളം വേണമെന്നുള്ള ഒരു സ്വീറ്റ് സ്പോട്ട് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, സോ ഇതാണ് കെയർലെസ് മിസ്റ്റേക്സിലുള്ള 3 തരം. ഓക്കെ, അടുത്ത തരം മിസ്റ്റേക്സ് ഉണ്ടല്ലോ, അതായത് ഈ കണ്ടന്റിലും കോൺസെപ്റ്റ്സിലും ഒക്കെ ഉള്ള പ്രശ്നം കൊണ്ടുണ്ടാകുന്ന മിസ്റ്റേക്സ്. ആ മിസ്റ്റേക്സ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്? അങ്ങനത്തെ മിസ്റ്റേക്സ് ആണെങ്കിലും നമ്മൾ അതിനകത്തൊരു ക്ലാസിഫിക്കേഷൻ പോസിബിളാണ്. ഫാക്ച്വൽ കാര്യങ്ങൾ അറിയാത്തതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവും, മറ്റേത് കൺസെപ്റ്റ്സ് ക്ലിയർ അല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഇനി ആദ്യത്തെ കാര്യം എടുക്കുവാണെങ്കിൽ ഫാക്ച്വലി ഉള്ള ഇൻഫർമേഷൻ അറിയാത്ത ഒരു പ്രശ്നം. അപ്പോൾ അതിനെ ചെയ്യാന്ന് വെച്ചാൽ ബേസിക് കാര്യങ്ങൾ തന്നെയാണ്, റിവൈസ് ചെയ്യുക പ്രോപ്പറായിട്ട്. പിന്നെ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലരും മറന്നു പോകുന്ന കാര്യങ്ങളും ഡിഫറെൻ്റ് ആയിരിക്കും. അത് ഓരോ ആൾക്കും ഡിഫറെൻ്റ് ആയിരിക്കും. ഞാൻ വർഷങ്ങളും ആൾക്കാരുടെ പേരുകളൊക്കെയാണ് മറക്കുന്നതെങ്കിൽ സാറ് ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും മറക്കുക. അപ്പം ആ ഒരു വീക്ക് പോയിന്റ് നമ്മളെല്ലാവരും സ്വയമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം, എന്നിട്ട് അതിൻ്റെ മേലെ വർക്ക് ചെയ്യണം. അപ്പം അതായത് എന്തായാലും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇൻഫർമേഷൻസ് ഉണ്ടല്ലോ നമ്മൾ എക്സാം പെർസ്പെക്റ്റീവായിട്ട് ബന്ധപ്പെട്ട്.
അത് നമുക്കിങ്ങനെ മറന്നു പോകുന്നുണ്ടെങ്കിൽ നമ്മളത് എന്തായാലും മാർക്ക് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കണം. എന്നിട്ട് അവസാനത്തോട് എക്സാമിന് എടുക്കുമ്പോൾ നമ്മൾ ആ ഒരു കാര്യങ്ങൾ റിവൈസ് ചെയ്യും, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് പഠിക്കുക എന്നുള്ള ഒരു കാര്യമാണ് ചെയ്യാൻ പറ്റും. ഇനി കൺസെപ്റ്റ്സ് ക്ലാരിറ്റി ഇല്ലാത്തത് കാരണം തെറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ക്ലാരിറ്റി കൊണ്ടുവരാൻ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒന്ന്, ഇപ്പം എന്തെങ്കിലും സബ്ജക്റ്റ് എക്സ്പേർട്സ് ആയ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അവരോട് ഹെൽപ്പ് ചോദിച്ചിട്ട് അത് ക്ലിയർ ആക്കി വെക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പം യൂട്യൂബിലൊക്കെ ഇൻഫർമേഷൻ, അതായത് എക്സ്പ്ലനേഷൻ വീഡിയോസ് കിട്ടും. ഇൻഫ്ലേഷൻ പോലത്തെ ടോപ്പിക്സ്, അല്ലെങ്കിൽ ജോഗ്രഫിയിൽ എന്തെങ്കിലും ടോപ്പിക്സ്, കൺസെപ്റ്റ്സ് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ യൂട്യൂബിലെ 4 മിനിറ്റോ 3 മിനിറ്റോ ഒക്കെ ഉള്ള എക്സ്പ്ലനേഷൻ വീഡിയോസ് വഴി നമുക്കത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇപ്പോഴത്തെ പുതിയ ടൂൾസ്, ChatGPT പോലത്തെ പുതിയ ടൂൾസ് വെച്ചിട്ട് എത്ര കോംപ്ലക്സ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണെങ്കിലും അതൊന്ന് ഡീകൺസ്ട്രക്ട് ചെയ്തിട്ട് സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് അങ്ങനത്തെ ടൂൾസ്. അപ്പോൾ അതും യൂട്ടിലൈസ് ചെയ്യാം. അപ്പം ഈ 2 കാര്യങ്ങൾ, അതായത് കണ്ടന്റ് സൈഡിലെ ഫാക്ച്വൽ ആയിട്ടുള്ള അറിവില്ലായ്മ, അതുപോലെ തന്നെ കൺസെപ്ച്വൽ ആയിട്ടുള്ള ക്ലാരിറ്റി കുറവ്, ഈ 2 കാര്യങ്ങളുടെ റെക്ടിഫിക്കേഷൻ ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇനിയും 50-50 ഗസസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ വൈൽഡ് ആയിട്ടുള്ള ഗസസ് ചെയ്യുമ്പോഴും മിസ്റ്റേക്സ് വരുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അത് കുറേയൊക്കെ ഇന്നവിറ്റബിൾ ആണ് മിസ്റ്റേക്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 100% അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ മേലെയും കുറച്ച് അനാലിസിസ് വേണ്ടി. അതെങ്ങനെയാണ് ചെയ്യുന്നത്? ഓക്കെ, അടുത്തൊരു ടൈപ്പ് ഓഫ് മിസ്റ്റേക്കാണ് 50-50 ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴുള്ള മിസ്റ്റേക്സ്. ഇപ്പോൾ 50-50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 4 ഓപ്ഷനിൽ 2 എണ്ണം എലിമിനേറ്റ് ചെയ്തു, ബാക്കി 2 എണ്ണം തമ്മിലാണ് കൺഫ്യൂഷൻ. അപ്പോൾ അത് നമ്മൾ എന്തെങ്കിലും ഒരു ലോജിക്കൊക്കെ വെച്ചിട്ട് നമ്മൾ ഫൈനലി ഒരു ചോദ്യം ഒരു ആൻസർ ആണെന്നുള്ളത് ഫിക്സ് ചെയ്യണം. പക്ഷെ നമുക്ക് 100% ഉറപ്പില്ല. അപ്പം ഇതിൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യഥാർത്ഥത്തിൽ ഇത് 50-50 ആണോ എന്നുള്ളത് ഉറപ്പിക്കണം. ഓക്കെ, അതായത് ശരി ഉത്തരം എലിമിനേറ്റ് ചെയ്ത് കളയാൻ പാടില്ല. ഓക്കെ, അതാദ്യം ചെയ്യാം. അപ്പോൾ 50-50 യഥാർത്ഥ 50-50 ആണെങ്കിൽ ഇനി അതിൻ്റെ ഒരു അക്യുറസി ചെക്ക് ചെയ്യണം. അതായത് നമ്മൾ 30 50-50 ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു 15 മുതൽ 20 എണ്ണം വരെയെങ്കിലും ശരിയാണ്. അതിൽ താഴെയാണെങ്കിൽ നമ്മുടെ അക്യുറസി കുറവാണ്. അപ്പോൾ അവിടെ കണ്ടൻറ്റിൻ്റെ പ്രശ്നമോ നമ്മുടെ തിങ്കിങ്ങിൻ്റെ പ്രശ്നമോ എന്തോ ആകാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ 50-50 ശരിയാകാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ടൈം ഗ്യാപ്പ് കൊടുക്കുക എന്നുള്ളത്. ആദ്യം നമ്മൾ ആ ചോദ്യം സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നു. നമുക്ക് അപ്പോഴത്തെ ഒരു ചിന്തയുടെ ബേസിസിൽ, അപ്പോഴത്തെ ഒരു ലോജിക്കിൻ്റെ ബേസിസിൽ നമ്മൾ ഒരു ആൻസർ ആയിരിക്കും, ഓരോ ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് ആൻസർ എന്ന രീതിയിൽ നമ്മൾ ഒന്ന് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, OMR എഴുതുന്നില്ല, ചോദ്യപേപ്പറിൽ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് അടുത്ത റൗണ്ടിൽ നമ്മൾ വീണ്ടും വരുമ്പം നമ്മൾ വീണ്ടും ഒന്നുകൂടെ ആ ചോദ്യം നോക്കുമ്പോഴത്തേനും നമുക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും. ചിലപ്പോൾ തോന്നും ഓക്കെ, ഞാൻ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്ത ആൻസർ അല്ലെങ്കിൽ ഓപ്ഷൻ തന്നെയാണ് ശരിക്കുള്ള ആൻസർ എന്നുള്ളൊരു ഫീൽ, കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയിട്ട് ഫീൽ ചെയ്യും. അല്ലെങ്കിൽ ചിലപ്പോൾ അപ്പം തന്നെ തോന്നും അയ്യോ തെറ്റിപ്പോയി, ഇതല്ല മറ്റേതായിരുന്നു യഥാർത്ഥ ആൻസർ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയിട്ട് എഴുതാൻ പറ്റും. ആക്ച്വലി ആ ഒരു ടൈം ഗ്യാപ്പ് കൊടുക്കുമ്പോഴത്തേനും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇത് പുറകിൽ എന്തെങ്കിലുമൊക്കെ പ്രോസസ്സ് നടക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, ഇനി അടുത്ത ലാസ്റ്റ് ടൈപ്പ് ഓഫ് മിസ്റ്റേക്കാണ് വൈൽഡ് ഗസസ്. വൈൽഡ് ഗസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു കണ്ടന്റ് ബാക്കിംഗ് ഒന്നും ഇല്ലാതെ ഒരു ചോദ്യം കാണുമ്പോൾ നമ്മുടെ മനസ്സിങ്ങനെ പറയാണ് ഇതാണ് ശരി ഉത്തരം, ഇതാണ് ശരി ഉത്തരം. ഓക്കെ, അപ്പോൾ നമുക്കത് ചെയ്യാതെ പോകാനും പറ്റുന്നില്ല. അപ്പോൾ നമ്മളത് ചെയ്യുന്നു. ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നാണ് ഇത് വരുന്നത്. അപ്പം ഇതിൽ 2 രീതിയിൽ ഇത് സംഭവിക്കാം. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടെപ്പോഴോ വായിച്ചൊരു ഇൻഫർമേഷൻ, നമുക്കത് എപ്പോൾ വായിച്ചു എന്ന് വായിച്ചു എന്നൊന്നും അറിയത്തില്ല. പക്ഷേ പണ്ടെപ്പോഴോ നമ്മുടെ വായിച്ചൊരു ഇൻഫർമേഷൻ്റെ ബേസിസിലാണ് നമ്മുടെ മനസ്സ് പറയുന്നത് ഇതാണ് ശരി ഉത്തരം. അങ്ങനെ വരുമ്പം ചിലപ്പോൾ അത് ശരിയാകാനുള്ള ചാൻസ് കൂടുതലാണ്. മാത്രമല്ല നമുക്ക് ഇൻഹറൻ്റ്ലി നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ്, നമ്മൾ നല്ലപോലെ പഠിച്ച് നല്ല ഇൻഹറൻ്റ്ലി നമുക്കൊരു ആപ്റ്റിറ്റ്യൂഡ് ഉള്ള ഒരു സബ്ജക്റ്റിൻ്റെ ഒക്കെ ആകുമ്പോഴും ഇങ്ങനെ വൈൽഡ് ഗസ് ചിലപ്പം കൂടുതൽ ശരിയാവും. അതേസമയം ചില സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ആ ചോദ്യം കണ്ട ആ ഒരു മൊമെൻറ്റിൽ നമ്മുടെ മനസ്സ് ഒരു ഡിസിഷൻ എടുക്കുന്നതാണ്. അതൊരു സഡൻ ഡിസിഷനാണ്, അതിന് കണ്ടന്റ് ബാക്കിംഗ് ഒന്നുമില്ല. പക്ഷെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല ഇത് ഏതാണ് ഇപ്പോൾ ഉള്ളിൽ നിന്ന് വരുന്നത്, ഏതാണ് പെട്ടെന്ന് വന്നതെന്ന്. അപ്പം അതേപോലെ തന്നെ നമുക്ക് വീക്കായിട്ടുള്ള സബ്ജക്റ്റിലൊക്കെ നമ്മൾ ഗസ് അടിക്കാൻ പോയി കഴിഞ്ഞാൽ തെറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇപ്പം ഈസി മീഡിയം ചോദ്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയുള്ള പഠിത്തം മാത്രം നടത്തിയൊരു സബ്ജക്റ്റ് ആണെങ്കിൽ ചിലപ്പോൾ വൈൽഡ് ഗസ്സുകൾ തെറ്റാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം വൈൽഡ് ഗസ് അനലൈസ് ചെയ്യാം. എത്രമാത്രം വൈൽഡ് ഗസ് ശരിയാവണം, അല്ലെങ്കിൽ എത്രമാത്രം തെറ്റായാലും കുഴപ്പമില്ല. അതായത് നമുക്ക് നെഗറ്റീവ് പോകാൻ പാടില്ല. അതാണ് നമ്മൾ ഓൾറെഡി കിട്ടിയ മാർക്ക് കളയരുത്. അപ്പം മിനിമം 10 എണ്ണം ചെയ്ത് കഴിഞ്ഞാൽ 3 എണ്ണമെങ്കിലും ശരിയാകണം. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ അനലൈസ് ചെയ്യാം. അപ്പോൾ വൈൽഡ് ഗസ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാം, വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അത് കുറയ്ക്കാം. എസ്പെഷ്യലി വൈൽഡ് ഗസ് മിക്കപ്പോഴും ചെയ്യുന്നത് അവസാന നിമിഷമാണ്. അപ്പം അവസാന നിമിഷം ആകുമ്പോഴത്തേനും ഏകദേശം നമ്മളൊരു സേഫ് സോണിലാണെന്ന് തോന്നുവാണെങ്കിൽ പിന്നീട് വൈൽഡ് ഗസ് എടുക്കുമ്പോൾ കുറച്ചുകൂടെ കെയർഫുൾ ആവുക. വൈൽഡ് ഗസ് ചെയ്യേണ്ടതെന്നല്ല,
നമ്മൾ ഒന്നുകൂടെ ഒരു 2-3 തവണ ഒന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രം ഫൈനൽ OMRലേക്ക് മാർക്ക് ചെയ്യും, അത്രേ ഉള്ളൂ. പിന്നെ ഒരു തവണ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കാൻ പാടില്ല, അത് ചെയ്തു. ബാക്കി ചെയ്യാത്ത ചോദ്യങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ കോൺസെൻട്രേറ്റ് ചെയ്യാം. ആ ഒരു ഗിൽറ്റ് ഫീലിംഗ് ചിലപ്പോൾ നെഗറ്റീവായിട്ട് പാടില്ല. നമ്മൾ ഒരു തവണ ചെയ്തൊരു ചോദ്യം തെറ്റാണെന്ന് പിന്നീട് നമുക്ക് ആ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരവസ്ഥ വരരുത്. ഓക്കെ, ഇപ്പം നമ്മൾ മിസ്റ്റേക്സിനെ പറ്റി ഇപ്പോൾ സംസാരിച്ചു. ഇനിയിപ്പോൾ ശരിയായ ആൻസേഴ്സ് തന്നെ നമ്മൾ 50-50 ഗസ്സൊക്കെ ചെയ്ത് ശരിയായ ആൻസേഴ്സ് തന്നെ അതിനകത്ത് ഒരു അനാലിസിൻ്റെ ആവശ്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ജസ്റ്റ് ഒന്ന് തട്ടിമുട്ടിയൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് അല്ലെങ്കിൽ ശരിയാക്കിയ 50-50 ഗസ്സസിൽ നമ്മൾ കുറേ കൂടി കണ്ടന്റ് ഇമ്പ്രൂവ് ചെയ്യാനുണ്ടാവും, അല്ലെങ്കിൽ കൺസെപ്റ്റ്സ് നന്നായിട്ട് പഠിക്കാനുണ്ടാവും. അപ്പോൾ അതും കൂടി നമ്മൾ ചെയ്യണം ശരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു പ്രോസസ്സ്, ഈ മിസ്റ്റേക്സ് ക്ലാസിഫൈ ചെയ്ത് അതിന് ആവശ്യമുള്ള റെക്ടിഫിക്കേഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് സബ്ജക്റ്റ് വൈസ് ചെയ്യുന്നത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണ് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് വരുന്നത്, ഏതാണ് വീക്ക് പോയിന്റ്, അത് പ്രോപ്പറായിട്ട് മനസ്സിലാവും ഈ ഒരു പ്രോസസ്സ് സബ്ജക്റ്റ് വൈസ് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, മിസ്റ്റേക്കുകൾക്ക് പുറമെ നമ്മൾ ഈ മോക്ക് ടെസ്റ്റിൻ്റെ ആൻസർ കീസ് റിവ്യൂ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പെർഫോമൻസ് റിവ്യൂ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ടൈം മാനേജ്മെൻറ്റ്. പലപ്പോഴും പ്രശ്നം വരാറുണ്ട് പല കാൻഡിഡേറ്റ്സിനും. അപ്പോൾ നമ്മൾ ഈ ശ്രദ്ധിക്കേണ്ട 1-2 ബേസിക് കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് 2 മണിക്കൂർ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് അവസാനം വരെ നമ്മൾ ബ്രെയിൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണം, അവസാനം വരെ നമ്മൾ ഈ പ്രോസസ്സ് തന്നെ നിൽക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ടൈം മാനേജ്മെൻറ്റിൻ്റെ കേസിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാവർക്കും ഒരു പ്ലാൻ വേണമെന്നുള്ളതാണ്. നമ്മൾ ഫസ്റ്റ് റൗണ്ട് ഇത്ര മിനിറ്റിൽ തീർക്കും. അപ്പോൾ ആ കാര്യങ്ങൾ അങ്ങനത്തെ പ്ലാൻസ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു സ്റ്റേജായിട്ട് മോക്ക് ടെസ്റ്റുകളെ കാണണം. അപ്പം ഒരു പ്ലാൻ വർക്ക് ആവുന്നില്ലെങ്കിൽ പുതിയൊരു അതിൽ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തി പുതിയൊരു പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം, UPSC പലപ്പോഴും UPSC പേപ്പർ കുറച്ചുകൂടി ലെങ്തി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടി മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ ടൈം മാനേജ്മെൻറ്റിൻ്റെ കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു 10 മിനിറ്റ് മുന്നേ തീർക്കുന്ന പോലെ അങ്ങനെ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് വേണം, മനസ്സിൽ കണ്ടിട്ട് വേണം നമ്മൾ ശരിക്കുള്ള എക്സാമിന് അപ്രോച്ച് ചെയ്യാം. ഇത് കൂടാതെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം, നമ്മൾ ആൻസർ കീ വായിക്കുമ്പോൾ കണ്ടൻറ് സൈഡ് പ്രോപ്പറായിട്ടൊന്ന് സെറ്റ് ചെയ്യുക. ആൻസർ കീയിൽ കൊടുത്തിരിക്കുന്ന കണ്ടൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യുക. അതായത് നമ്മൾ പിന്നീട് റിവൈസ് ചെയ്യുമ്പോൾ മൊത്തം ഒന്നുകൂടി വായിക്കേണ്ടി വരാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം വായിക്കുന്ന രീതിയിൽ അത് മാർക്ക് ചെയ്ത് പോവുക. അതായത് ഒരു ആക്റ്റീവ് ആയിട്ടുള്ളൊരു റീഡിങ് നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മോക്ക് ടെസ്റ്റുകൾ ഇനിയിപ്പോൾ വരാനുണ്ട്, മോക്ക് ടെസ്റ്റുകൾ. അപ്പം ഇങ്ങനത്തെ ടെസ്റ്റുകൾ എഴുതുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. താങ്ക് യു. Come and join iLearn IAS and feel the difference.